പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി പവർ വിഷൻ മീഡിയയിലൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനിടയാക്കിയതിന് കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനം അറിയിക്കുവാൻ ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. സ്തോത്ര. ഹല്ലേലൂയ. അതേ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകരുടെ വിഷയങ്ങൾ അറിയുവാനും പ്രിയമുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഇപ്രകാരം സർവശക്തനായ ദൈവം ഇടയാക്കിയ വൻകൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത് നമ്മളുടെ ഒരു ഒരുക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരുക്കം. നമ്മൾ ഏതെല്ലാം കാര്യത്തിൽ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒന്നാമതായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. നമുക്കൊരു പക്ഷേങ്കിൽ വചനം പ്രസംഗിക്കുവാൻ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതിനൊരു പ്രത്യേക സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുങ്ങി നിൽക്കുന്നു. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ആരും നിയോഗങ്ങളൊന്നും തന്നില്ല എങ്കിലും, നമ്മളെ ക്ഷണിച്ചില്ല എങ്കിലും, നമുക്ക് സമയമൊന്നും തന്നില്ല എങ്കിലും എപ്പോഴും നമ്മൾ വചനം പ്രസംഗിക്കുവാൻ തയ്യാറായി നിൽക്കണം, ഒരുങ്ങി നിൽക്കണം എന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മോടെ ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനായി നമുക്കറിയാലോ, നമ്മളൊക്കെ കുഞ്ഞിലെ കുട്ടികളെ നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയല്ലേ, ഏതൊറക്കത്തിൽ ചോദിച്ചാലും എന്ത് ചെയ്യണം? ചാടി എഴുന്നേറ്റ് പറയാൻ തയ്യാറായിരിക്കണം, അത് ബൈഹാർട്ടാക്കണം എന്നിങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറില്ലേ? അതേപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നത്. ഏതൊറക്കത്തിലും നമ്മളോട് ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും വചനം പ്രസംഗിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ ഏതൊരു വ്യക്തിയെ കണ്ടാലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ കടന്നുപോയാലും, ഇപ്പോൾ നമ്മൾ പോകുന്ന പല പല സാഹചര്യങ്ങളുണ്ടല്ലോ, പല പല ഭവനങ്ങളുണ്ട്, പല കൂട്ടായ്മകളുണ്ട്, പല കാര്യങ്ങൾ നടക്കുന്നിടത്തേക്ക് നമ്മൾ പോകാറുണ്ട്. എവിടെയാണ് നമുക്ക് യാദൃച്ഛിക പെട്ടെന്ന് ഒരു സമയം കിട്ടുന്നത്? സ്തോത്രം. വചനം പ്രസംഗിക്കാൻ സമയം കിട്ടിയാൽ തക്കത്തിൽ സമയം ഉപയോഗിച്ചു കൊള്ളണം. സ്തോത്ര. ഹല്ലേലൂയ. തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം സമയം. ആ സമയം നമ്മൾ വൃഥാവാക്കി കളയരുത്. വചനം പ്രസംഗിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോടാണ് ഇത് പറയുന്നത്. ആമേൻ. തിമോത്തിയോസ് നല്ല സാക്ഷ്യമുള്ളവനാണ്, നല്ലൊരു ശിഷ്യനാണ്, നല്ല വിശ്വാസത്തിൽ നല്ല പ്രാഗൽഭ്യത്തോടെ വളർന്നു വന്ന നല്ലൊരു പൈതലാണ്. അമ്മ ലോവീസും വലിയമ്മ യൂനിക്കയിലും ഒക്കെ നല്ല സാക്ഷ്യമുള്ളവരാണ് ആ കുടുംബം. ഹല്ലേലൂയ. അപ്പോൾ തിമോത്തിയോസിനോട് പൗലോസ് തന്നെ ആക്കി വെക്കുമ്പോൾ പൗലോസിന് പറയുവാൻ ഇത്രയുമേ ഉള്ളൂ: നീ വചനം പ്രസംഗിക്കണം, സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങി നിൽക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഏത് സമയത്തും സുവിശേഷം പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: സുവിശേഷം അറിയിപ്പാൻ നമ്മൾ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സുവിശേഷം അറിയിപ്പാൻ, അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന് അത് തന്റെ ജീവിതത്തിൽ നിന്നാണ് താൻ പറയുന്നത്.
തൻ്റെ ജീവിതത്തിൽ താൻ ഏതെല്ലാം മേഖലകളിൽ കടന്നുപോയി എവിടെയെല്ലാം ആയിരുന്നോ അവിടെയെല്ലാം സുവിശേഷം വ്യക്തമായി പ്രസംഗിക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവും അതുപോലെ കൊരിന്തിയ ലേഖനവും പിന്നെ താൻ എഴുതിയ ലേഖനങ്ങളും എല്ലാം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പൗലോസ് ഏതെല്ലാം സാഹചര്യങ്ങളിലായിരുന്നോ അവിടെയെല്ലാം സുവിശേഷം താൻ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, അഥേനയിൽ ചെന്നപ്പോൾ അജ്ഞാത ദേവന്റെ വേദിക്കൽ കണ്ടു. അത് കണ്ടുടനെ, അജ്ഞാത ദേവന്റെ വേദിക്കല്ലെന്ന് കണ്ടുടനെ പൗലോസ് ഉടനെ അവിടെ നിന്ന് വചനം പ്രസംഗിക്കുക. നിങ്ങൾ പറയുന്ന ഈ അജ്ഞാത ദേവൻ ആരാണ്? അത് ക്രിസ്തു ആണെന്നുള്ള ആമേൻ വചനം പറഞ്ഞുകൊണ്ട് താൻ പ്രസംഗിക്കുവാനിടയായി തീർന്നു. എഫെസോസിൽ വെച്ച് താൻ മാനുഷ്യ മൃഗയുദ്ധം ചെയ്തു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയാലും പൗലോസ് വചനം പ്രസംഗിക്കുന്നതിന് മുൻപന്തിയിലായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ അരികിൽ വരുന്നത് ബർണിക്കയാണോ, ആമേൻ, ഹല്ലേലൂയ, ഫേലിക്സ് ആണോ, ആരാണെന്നുള്ളതൊന്നും തനിക്കൊരു വിഷയമല്ല. താൻ ആരുടെയും മുൻപിൽ താൻ ചങ്ങല ധരിച്ചും കൊണ്ട്, ആമേൻ, പൗലോസ് പറയുന്നത് ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആവേണമെന്ന് പൗലോസിന് ധൈര്യത്തോടെ പറയാൻ, പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തരുന്നോ അവിടെയെല്ലാം വചനം പ്രസംഗിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ആമേൻ, സുവിശേഷത്തിൽ പറയുന്ന സുവിശേഷം പറയുവാനും തന്നാൽ ആവോളം ഒരുങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആരെ കണ്ടാലും നമ്മൾ സുവിശേഷം പറയാൻ, ആമേൻ, നമ്മൾ ഹല്ലേലൂയ മടി കൂടാതെ സുവിശേഷം പറയാൻ തയ്യാറായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ തീത്തോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിപ്പാനും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുക, സൽപ്രവർത്തികൾക്ക് എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ ഈ സൽപ്രവർത്തികൾക്കൊക്കെ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് വളരെയധികം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പബ്ലിസിറ്റി അതിലൊക്കെ ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? ഇതൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട്, ധാരാളം പേരുണ്ട്. ആരും അറിയണ്ട, ഞാൻ ഈ ചെയ്തത് ആരും അറിയണ്ട എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. ഹല്ലേലൂയ. ഒരു പബ്ലിസിറ്റിയും ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ആമേൻ, ഹല്ലേലൂയ, പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ട്. സ്തോത്രം. കാരണം കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയണ്ട എന്ന്. വലങ്കൈ കൊടുത്തെങ്കിൽ കൊടുത്തുകൊള്ളട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. കൊടുക്കാൻ അത് കർത്താവ് ഒരു വരം നൽകിയിരിക്കുകയാണ്. ആ വരം നൽകിയിരിക്കുന്നവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, കൊടുക്കാനായി അനേകർക്ക് വരം നൽകിയിരിക്കുന്നുണ്ട് കർത്താവ്. അങ്ങനെ ഓരോരുത്തർക്ക് കർത്താവ് ഓരോ വരം നൽകിയിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ചിലർ പുറത്തെങ്ങും പോവുകയോ സുവിശേഷം പ്രസംഗിക്കുകയോ അറിയപ്പെടുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തി അല്ലായിരിക്കും. പക്ഷേ വീടിന്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് സൽപ്രവർത്തികളാൽ, സ്തോത്ര, ഹല്ലേലൂയ, അനേകരെ സഹായിക്കുവാൻ, അനേകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ, സ്തോത്ര, ഹല്ലേലൂയ, അനേക സഹോദരിമാരെ കർത്താവ് ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ COVID-19 വന്നതിന് ശേഷം അനേക സഹോദരിമാരെ അപ്രകാരം വലിയൊരു സൽപ്രവർത്തികളുടെ ചങ്ങലയിൽ തന്നെ ഉണ്ടെന്നുള്ളത് പ്രശംസാർഹമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ COVID-19 വന്നതിന് ശേഷമാണല്ലോ ഈ ഓൺലൈൻ പ്രേയറുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓൺലൈനിൽ കൂടി വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അർഹിക്കപ്പെട്ടവർക്ക് അർഹിക്കപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് തൻ്റെ ദാസിമാരെ
ഫലമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ദാസി എന്ന നിലയിൽ അത് പ്രശംസ അർഹമായ ഒരു വിഷയമായി തന്നെ ഞാൻ ഇതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. അനേക സഹോദരിമാരെ, അനേകരെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, പ്രതിവാദം പറയുവാൻ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ രക്ഷയെക്കുറിച്ചൊക്കെ, ആമേൻ, നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ ആരാധനയെക്കുറിച്ചൊക്കെ സ്തോത്രം ചോദ്യം ചെയ്യുന്ന ഒരു ലോകത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. നമ്മളോട് ആമേൻ എപ്പോഴും ആമേൻ ചോദ്യം ചോദിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന യാത്രയിൽ അല്ലെങ്കിൽ കടന്നു പോകുന്ന ജോലി മേഖലകളിലെ, നമ്മളായിരിക്കുന്ന ഓഫീസിലെ, നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന ആവശ്യങ്ങളുടെയൊക്കെ മുൻപിലോ പല വിഷയങ്ങളുടെയും മുൻപിൽ നമ്മളോട് നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന അനേകരുണ്ട്. അവരുടെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ പ്രതിവാദം പറയുവാൻ നാം ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുവാൻ നമ്മൾ ആമേൻ ഒരുങ്ങിയിരിക്കണം. എപ്പോൾ ചോദിച്ചാലും നമ്മൾ പ്രതിവാദം പറയുവാൻ ഒരുങ്ങിയിരിക്കണം. ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു, നരകത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും വീണ്ടെടുത്തു എന്നും നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കിയിരിക്കുന്നു എന്നും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമല്ലെന്നും നമ്മൾ ശാശ്വത ഭവനത്തിലേക്ക് പറന്നു പോകുമെന്നും ആമേൻ ഹല്ലേലൂയ. ശലോമോന്റെ ഭാഷയിൽ സഭാപ്രസംഗിയിൽ അങ്ങനെ പറയുന്നത്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് ആമേൻ പറന്നു പോകുന്നു എന്നാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, ഈ രക്ഷയെക്കുറിച്ച് പറയുവാൻ നമ്മൾ എപ്പോഴും ആമേൻ ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. അത്ര സന്തോഷത്തോടെ അങ്ങനെയൊക്കെ പൗലോസ് പറയുന്നത് അല്ലേ? നമ്മളാണെങ്കിൽ കരഞ്ഞു തൂകി, ഞാൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ നമ്മൾ കരഞ്ഞു ടെൻഷൻ അടിച്ച് അത് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? BP ഹൈ ആയി നമ്മൾ ആകെ ഫ്ലാറ്റായി കഴിയും. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൗലോസ് പറയുക, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ കൂടെ വിഷമിപ്പിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ കൂടെ തയ്യാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേ, കർത്താവിന് വേണ്ടി മരിക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കർത്താവ് വഴിയിൽ വെച്ച് എന്നെ വിളിച്ച ഞാൻ പോകും, ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ഇറങ്ങിപ്പോകണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മളൊരു പരസ്യത്തിന് നിന്ന് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു വഴിയാത്ര ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു പോകുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് എന്നെ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ ഞാൻ റെഡിയാണ് കർത്താവേ, ഞാൻ വരാൻ തയ്യാറാണ് കർത്താവേ എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു ആമേൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ അല്ല ഞാൻ മരിക്കൊന്നുമില്ല, ഞാൻ അങ്ങ് തലമുറയായി ഇങ്ങനെ അങ്ങ് ജീവനോടെ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു ചെറിയ രോഗമൊക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര ടെൻഷനായി, പിന്നെ വലിയ വെപ്രാളങ്ങളായി, വലിയ പ്രശ്നങ്ങളാകും. ഹല്ലേലൂയ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആമേൻ പ്രത്യാശയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നുവെന്ന് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവമക്കളെ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, കൂടാരമാകുന്ന എന്റെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം മീതെ സ്വർഗത്തിലുള്ളത് കൊണ്ട് ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം
ഞരങ്ങിക്കൊണ്ടത്രേ ആയിരിക്കുന്നത്. എനിക്ക് എത്രയും വേഗം ആമേൻ അങ്ങ് ചേരാനാണ് ആഗ്രഹം. ഹല്ലേലൂയ. എന്റെ കർത്താവിനോട് ചേരാനാണ് ആഗ്രഹം. ആമേൻ. പൗലോസ് പറയുന്നത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇവിടം വിട്ട് അങ്ങോട്ട് പോകുന്ന അത്യുത്തമമല്ലോ കർത്താവിനോട് ചേരുന്നത്. അതുകൊണ്ട് നമ്മൾ മരണം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മൾ ഭയത്തോടെയല്ല കാണേണ്ടത്. കർത്താവിന്റെ അരികിലേക്ക് ചേരുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര പോലെ. ഹല്ലേലൂയ. ഇവിടെയുള്ള മക്കൾ ആമേൻ ഹല്ലേലൂയ വിദേശത്തുള്ള ആമേൻ ഹല്ലേലൂയ മാതാപിതാക്കളുടെ അരികിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്തുള്ള ആമേൻ ഹല്ലേലൂയ മക്കളുടെ അരികിലേക്ക് ഇവിടെയുള്ള മാതാപിതാക്കൾ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു യാത്രയ്ക്കായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ കരഞ്ഞുകൊണ്ടാണോ? അല്ല, സന്തോഷത്തോടെ, എന്തൊരു ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ, എന്തൊരു ഒരുക്കത്തോടെ. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ മരിക്കാനും എന്ത് ചെയ്യാണ്? കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, തയ്യാറായിരിക്കുകയാണ്. എപ്പോഴാ വിളിക്കുന്നത്? എത്ര വയസ്സ് വരെയാ നമ്മുടെ ആയുസ്സെന്ന് നമുക്കറിയില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയില്ല 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുമോ, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമോ, ആ 90 വയസ്സാണോ, 80 ആണോ, 70 ആണോ, 60 ആണോ, ഇതൊന്നും നമുക്കറിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എപ്പോ വിളിക്കുന്നു? ഞാൻ റെഡിയാണ് കർത്താവേ എന്നുള്ള ഹല്ലേലൂയ ഒരു ശബ്ദം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം, തയ്യാറായിരിക്കണം. ഇവിടെ വിട്ടുപോകാൻ ഒരു തടസ്സം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഒന്നും ആർക്കും ഒരു കടപ്പാടും യാതൊരു വിഷയത്തിലും ആമേൻ ഹല്ലേലൂയ എല്ലാം നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അതേപോലെ തന്നെ ആമോസിന്റെ പ്രവചനം ആമേൻ 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ആമോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലേ, ഞാനിത് നിങ്ങളോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിക്കൊള്ളണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മള് കർത്താവിന്റെ വരവ് ഏത് സമയത്തെന്ന് കർത്താവ് പറഞ്ഞു എനിക്ക് പോലും അറിയത്തില്ല. പിതാവായ ദൈവത്തിനല്ലാതെ ആർക്കും അറിയത്തില്ല കർത്താവിന്റെ വരവ് ഏത് സമയത്തെന്ന്. ഹല്ലേലൂയ. സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന സമയത്തോ എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് കർത്താവിന്റെ വരവ് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഏത് സമയത്തായാലും നിങ്ങൾ എന്ത് ചെയ്തോണം? ഒരുങ്ങിയിരുന്നു കൊള്ളണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏത് സമയത്താന്ന് അറിയാകിയാൽ നിങ്ങൾ ഒരുങ്ങിയിരുന്നു കൊള്ളണം. ഒരുങ്ങിയിരിക്കണം. കർത്താവിനെ എതിരേൽപ്പാനായി ഒരുങ്ങിയിരുന്നു കൊള്ളണം. ഹല്ലേലൂയ. നമുക്കറിയാം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം 10 ആമേൻ കന്യകമാരോട് സദൃശ്യമായി മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ 5 പേര് ഒരുക്കമുള്ളവരായിരുന്നു, 5 പേര് ഒരുക്കമില്ലാത്തവരായിരുന്നു. എന്നാൽ 5 പേര് ഒരുക്കമുള്ളവരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, അവർ എണ്ണയും കൂടെ കരുതിയിരുന്നു. 5 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, പക്ഷെ അവർ എണ്ണ കരുതിയില്ല. അർദ്ധരാത്രിക്ക് അതിനു മുൻപേ എല്ലാവരും മയക്കം പിടിച്ച് എല്ലാവരും ഉറങ്ങിയെന്ന 10 കന്യകമാരും ഉറങ്ങി. പക്ഷേ അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്ന സ്വരം കേട്ടു, മണവാളന്റെ ശബ്ദം കേട്ടു, അവിടെ ആർപ്പ് കേട്ടു, അവിടെ ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പോൾ മണവാളൻ വരുന്നു എന്ന് കേട്ടപ്പോൾ 10 പേരും ചാടി എഴുന്നേറ്റു, വിളക്ക് കത്തിച്ചു. 5 പേരുടെ വിളക്ക് കത്തി, 5 പേരുടെ വിളക്ക് എന്ത് ചെയ്തില്ല? കത്തിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായത് അയ്യോ ഞങ്ങളുടെ വിളക്കിൽ എണ്ണ ഇല്ലല്ലോ. അവര് വേഗം 5 പേരുടെ ഒരിക്കൽ ഓടിച്ചെന്ന് ഈ 5 പേര് ഞങ്ങൾക്കും കൂടെ എണ്ണ തരാവോ? അവര് പറഞ്ഞു അയ്യോ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇല്ലാതായി, ആരുടെയും വിളക്ക് കത്താതാകുന്ന ആ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പോയി വിൽക്കുന്നവരോട് വാങ്ങിക്കൊള്ളുവിൻ. ഞങ്ങളിപ്പോൾ വിളക്ക് കത്തിച്ച് എന്ത് ചെയ്യട്ടെ? മണവാളനെ എതിരേൽക്കട്ടെ. ആ 5 പേര് വിളക്ക് കത്തിച്ച് മണവാളനെ എതിരേറ്റു. ഹല്ലേലൂയ. അവർ മണവാളനോടുകൂടെ മണിയറയിലേക്ക് പ്രവേശിച്ചു വാതിലടച്ചു. ഹല്ലേലൂയ. പിന്നീട് ഈ 5 പേർക്ക് കയറുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ആമേൻ, നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്തും ഒരുക്കമുള്ളവരായിരിക്കണം. വിളക്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനകത്ത് എണ്ണയുണ്ടോ? അല്ലെങ്കിൽ എണ്ണ കരുതിക്കൊള്ളണം. എക്സ്ട്രാ എണ്ണ നമ്മൾ കരുതിക്കൊള്ളണം. അതിനകത്ത് കത്തിക്കുവാൻ തിരിയുണ്ടോ നോക്കണം. ആമേ, കരിന്തിരിയാണോ
അല്ല നല്ല തിരിയാണോ? കരിന്തിരിയൊക്കെ എന്ത് ചെയ്യണം? മുറിച്ച് കളയണം. ഹല്ലേലൂയ. നമുക്കറിയാലോ, കരിന്തിരിയൊക്കെ കത്താൻ തുടങ്ങിയ പിന്നെ ആമേൻ അവിടെ യാതൊരു ഒരു പ്രോഗ്രാം ശോഭിക്കുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നാം കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനത്തിൽ ആമേൻ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, പ്രതികൂലങ്ങൾ വരുന്നുണ്ട്, ന്യായവിധി വരുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. അത് വ്യക്തിപരമായിട്ടല്ലേ പറയുന്നത്, നീ എന്നല്ലേ പറയുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ഏകമായിട്ട് ഏകവചനം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലേ എന്ന് വിളിച്ചിട്ട് ഏകവചനത്തിലാ പറയുന്നത്, നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നീ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. ഓരോ വ്യക്തിയോടും പറയുക, അമ്മയോടും അപ്പനോടും കുഞ്ഞുങ്ങളോടും ഒരുമിച്ച് കുടുംബമായി എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന കുടുംബമായി പറയുന്നെങ്കിലും ആ കുടുംബത്തിനകത്ത് ഒരു പക്ഷേങ്കിൽ ചിലർക്കത് അംഗീകാരമല്ലായിരിക്കും, ചിലർക്കത് ഹല്ലേലൂയ സ്വീകാര്യമല്ലായിരിക്കാം, ചിലർക്കത് ആമേൻ ഹല്ലേലൂയ ദൈവത്തെ എതിരേൽപ്പാൻ തയ്യാറാകുന്നത് ഇഷ്ടമല്ലായിരിക്കും, ദൈവവചനം അനുസരിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും, ദൈവത്തെ ആരാധിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും, ദൈവവചനം ആമേൻ ഹല്ലേലൂയ വായിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് വചനം ധ്യാനിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും ഒരുമിച്ച് ആമേൻ കൈവിടപ്പെട്ടു പോകുമെന്നല്ല വചനം പറയുന്നത്. കർത്താവ് പറഞ്ഞു, രണ്ടുപേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. രണ്ടുപേർ ഒരുമിച്ച് വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. രണ്ടുപേർ ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ അരച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ദൈവജനം ആമേൻ ഹല്ലേലൂയ നമുക്ക് പല ടൈം സോണുകളാണെങ്കിലും ഹല്ലേലൂയ ഓരോ രാജ്യത്തിലും പല ടൈം സോണുകളാണ്. എങ്കിൽ പോലും സർവശക്തനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ആകാശമേഘങ്ങളിൽ ആമേൻ ഹല്ലേലൂയ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവിന്റെ ഗംഭീര ധ്വനി കേൾക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ അതേ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവ പൈതലിന്റെ രൂപാന്തരം അതേ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞൊടിയിടയിൽ ആമേൻ നാം രൂപാന്തരം പ്രാപിച്ച കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. മാത്രമല്ല ആമേൻ അതേ മരിച്ചടക്കപ്പെട്ടവർ ഹല്ലേലൂയ അവരുടെ കല്ലറകൾ തുറക്കപ്പെടും. അവർ നിമിഷ നേരം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം കൊണ്ട് നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചു കൊള്ളുവാനാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ ഹല്ലേലൂയ തെസ്സലോനിക്കയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു, ബെരോവയിലുള്ളവരെക്കാൾ അവർ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി അന്വേഷിച്ചു പോരുന്നവരായിരുന്നു. ഇന്ന് പൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ വചനം നമ്മൾ ദിനം പ്രതി ആമേൻ ഹല്ലേലൂയ വായിക്കുന്നവരും അന്വേഷിക്കുന്നവരും വചനത്തിൽ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയിൽ പ്രത്യാശയിൽ നിറഞ്ഞ ആമേൻ ദൈവത്തെ ആരാധിച്ച് ഓരോ ദിവസവും നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ദിനംതോറും ദൈവവചനത്തിൽ ആശ്രയം വെച്ച് ഹല്ലേലൂയ ഈ ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കുമെന്നുള്ള വചനപ്രകാരം ഹല്ലേലൂയ നിത്യതയ്ക്കായി ഒരുക്കപ്പെട്ടവരായി ഹല്ലേലൂയ ഒരുക്കമുള്ള ഹൃദയത്തോടെ, ഒരുക്കമുള്ള മനസ്സോടെ, ഒരുങ്ങിയ ഹല്ലേലൂയ അനുഭവത്തിൽ നമ്മളായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പൽക്കാലം ദൈവജനമേ, നമ്മുടെ ജീവിതം
ജീവിതത്തിൽ കർത്താവിന്റെ വരവേറ്റവും അടുത്തു എന്ന ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ അതിനെ ഹല്ലേലൂയ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഹൃദയത്തിൽ അംഗീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്നാനമേറ്റ് ആമേൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന തന്റെ മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തന്റെ മക്കളുടെ മേൽ അങ്ങയുടെ കൃപ പകരണമേ. അങ്ങയുടെ ആലോചനയാൽ തന്റെ ജനത്തെ നിറയ്ക്കണമേ, സഹായിക്കണമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമേ. വചനം കേട്ടവർ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവടയാക്കണമേ. കർത്താവെ, ഓരോരുത്തരെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ തന്നെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മക്കളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മക്കളുടെയും ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച, അതിശയങ്ങളെ പ്രവർത്തിച്ച വലിയ ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗം ഇടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കയാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾക്കും സഹകരണത്തിനും ദൈവസന്നിധി നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആഗ്രഹമുള്ളവർ, ആരാധനയ്ക്കായി വരുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ചർച്ചിൽ ബെഥേസ്ത IPC നാന്തരിക്കൽ ചർച്ച് കുണ്ട്രയിലാണ്. രാവിലെ എല്ലാ സൺഡേയിലും രാവിലെ 9 മുതൽ 12 വരെ ആരാധനയുണ്ട്. മറ്റെവിടെയും പോകാത്തവരുണ്ടെങ്കിൽ ആരാധനയ്ക്കായി കടന്നു വരിക. സ്വർഗത്തിലെ ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.